Good morning, students. How are you? I think all of you are fine and stay safe in your home. Okay? എല്ലാവരും വീട്ടിൽ സുഖമായിട്ട് തന്നെ ഇരിക്കുക, പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട്. അല്ലെ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിൽ അല്ലേ, നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ട് നല്ല കുട്ടികളായിട്ട് നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും യു ഷുഡ് ബി വെരി ആക്റ്റീവ്. ഷുഡ് ബി ഓൾവേസ് ആക്റ്റീവ് ഇൻ അവർ ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് ഇൻ യുവർ വാട്സപ്പ് ഗ്രൂപ്പ്. Okay? So I think you have many WhatsApp groups relating to our online classes. Be active in that groups. Okay? You should always keep your study very well. Clear? Don't forget to rewind your chapters. അല്ല, നിങ്ങളുടെ പാഠങ്ങൾ പഠിക്കാനും പാഠങ്ങൾ പിന്നെ പഠിച്ച് അത് എല്ലാ ദിവസവും വായിക്കണം. എല്ലാവരും എല്ലാ ദിവസവും എല്ലാ പാഠങ്ങളും പഠിക്കുന്ന പാഠങ്ങളൊക്കെ ദിവസവും വായിക്കണം അല്ലേ. അപ്പോൾ മാത്രമേ നമുക്ക് അല്ലേ ദെൻ ഓൺലി വി ക്യാൻ ടേക്ക് ദ നോളജ്, വി ക്യാൻ അക്വയർ ദി നോളജ് ഫ്രം ദാറ്റ് ചാപ്റ്റേഴ്സ് അല്ലേ. ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠത്തിൽ നിന്ന് നമുക്ക് അറിവ് വേണ്ടേ? അല്ല, നമുക്ക് നല്ല അറിവ് വേണം അല്ലേ. പാഠത്തിനെ കുറിച്ചുള്ള അറിവുകൾ, എങ്ങനെയാണ് അറിവുകൾ കിട്ടുക അല്ല, എങ്ങനെയാണ് നമുക്കത് കൃത്യമായിട്ട് വായിച്ചാൽ മാത്രമേ അറിവുകൾ കിട്ടൂ അല്ലേ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും നിങ്ങളുടെ ബുക്സ് കൃത്യമായിട്ട് വായിക്കുക. യു ഷുഡ് ഫോളോ എ പാറ്റേൺ ടു റീഡ് യുവർ ബുക്സ്, ടെക്സ്റ്റ് ബുക്സ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഗോട്ട് ഇറ്റ് അല്ലേ. നമ്മൾ പഠിപ്പിക്കുക അല്ലേ, വാട്ട് വി ആർ ഡിസ്കസിങ്. യെസ്, വി ഡിസ്കസിങ് അവർ ചാപ്റ്റർ ദാറ്റ് ഈസ് സിൻഡ്രല്ല അല്ലേ. നമ്മുടെ സിൻഡ്രല്ല എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് നെയിം ഓഫ് ദി ചാപ്റ്റർ? ഇറ്റ് ഈസ് സിൻഡ്രല്ല. A beautiful chapter, a beautiful story of a girl. Clear? You know the girl Cinderella. She was very beautiful. She lived with his family, with her family. She had a mother and she has a father. Her mother died because of some illness, and she only left her father. But after some days, her father get married again. But the new stepmother, the new wife of her father, is not a kindful woman. She is a very cruel and a wicked woman. Proud, cruel, wicked woman. And she has 2 daughters too. അല്ലേ, നമ്മുടെ പുതിയ അച്ഛൻ കല്യാണം കഴിച്ച പുതിയ ഭാര്യയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു, 2 പെൺമക്കൾ. ദ വർ ക്രൂവൽ ആൻഡ് പ്രൗഡ് അല്ലേ. അവരും എങ്ങനെയാണ്, അഹങ്കാരികളും അല്ലേ, പിന്നെ ആരോടും ദയയില്ലാത്തവരൊക്കെ ആയിരുന്നു. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനിയിപ്പോൾ എവിടെയാണ് രാജകുമാരന് വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു ആളായിട്ട് മാറുകയാണ് സിൻഡ്രല്ല അല്ലേ. അതിനിടയിൽ ഒരു ഫെയറിയൊക്കെ വന്നു, ഒരു മാലാഖയൊക്കെ വന്നിട്ട് സിൻഡ്രല്ലയെ ഹെൽപ്പ് ചെയ്തു അല്ലേ, കൊട്ടാരത്തിലേക്ക് പോകാനൊക്കെ അല്ലേ. അങ്ങനെ ഇരിക്കുക നമ്മൾ സിൻഡ്രല്ല കൊട്ടാരത്തിൽ പോയി, അവിടുന്ന് രാജകുമാരന് ഇഷ്ടപ്പെട്ടു. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ ഗിവൺ ബൈ ദി ഫെയറി. Fairy gave a condition. She gave a some magical moments. Clear? Let's see. And the girl very much admired by the prince. അല്ലേ, നമ്മുടെ ഗേൾ ആരാണ്? സിൻഡ്രല്ലയാണല്ലേ. സിൻഡ്രല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേളിനെ, നമ്മുടെ ആ കുട്ടിക്ക്, ആ പെൺകുട്ടിക്ക് അല്ലെ, സിൻഡ്രല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടിക്ക് രാജകുമാരനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്ങനെ രാജകുമാരൻ്റെ അടുത്തേക്ക് എത്തിയത്? ഇറ്റ് വാസ് ഗിഫ്റ്റഡ് ബൈ ദാറ്റ് ഫെയറി ഗോഡ് മദർ അല്ലേ. ഒരു മാലാഖ വന്നിരുന്നു, ആ മാലാഖയാണ് സിൻഡ്രല്ലയ്ക്ക് ആ സമ്മാനം കൊടുത്തത്. ഏത് സമ്മാനം? അവൾക്ക് രാജകുമാരൻ്റെ അടുത്തേക്ക് പോകാനുള്ള അവസരം, ഓപ്പർച്യൂണിറ്റി. ദാറ്റ് വാസ് ഗിവൺ ബൈ ദാറ്റ് ഗോഡ് മദർ. It was given by that fairy അല്ലേ. ആ മാലാഖയാണ് അവസരം ഒരുക്കി കൊടുത്തത്. ഷീ മെയ്ഡ് ലോട്ട് ഓഫ് മാജിക്സ് വിത്ത് ഹെർ മാജിക് വാൻഡ് അല്ലേ. അവളുടെ കയ്യിൽ, ആ ഫെയറിയുടെ കയ്യിൽ ഒരു മാജിക് വാൻഡ് ഉണ്ടായിരുന്നു. ആ മാജിക് വാൻഡ് ഉപയോഗിച്ച് കുറേ മാജിക്സ് ഒക്കെ ആഡ് ചെയ്തിരുന്നു നമ്മുടെ ഫെയറി ചെയ്തിരുന്നു അല്ലേ. ആൻഡ് ഷീ മെയ്ഡ് കോച്ച് ഫ്രം എ പംകിൻ അല്ലേ. ഒരു കോച്ച്, റെഡ് കോച്ച് ഉണ്ടാക്കിയിരുന്നു. ഒരു സ്വർണ്ണ നിറത്തിലുള്ള അല്ലെങ്കിൽ ഒരു ചുവന്ന നിറത്തിലുള്ള രഥം ഉണ്ടാക്കിയിരുന്നു. ആര്? സിൻഡ്രല്ലയുടെ ഗോഡ് മദർ അല്ലേ. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഒരു പംകിൻ, ഒരു മത്തങ്ങേനെ കൊണ്ട് ഒരു രഥമുണ്ടാക്കി. ക്ലിയർ? ആൻഡ് ഷീ മെയ്ഡ് ഹോഴ്സസ് ഫ്രം മൈസസ്. എലികൾ വെച്ചിട്ട്, എലികളിൽ നിന്ന് എന്തുണ്ടാക്കി?
അല്ലേ? എലികളെ ഡിസ്ഗൈസ് ചെയ്തിട്ട് കുറേ കുതിരകളാക്കി, എലികളെ കൊണ്ട് കുതിരകളെയാക്കി, അല്ലേ? ആൻഡ് ഫുട്മാൻസ്, അല്ലേ? ഫുട്മാൻ കെയിം ഫ്രം ലിസാർഡ്സ്, അല്ലേ? പല്ലികളെ വെച്ചിട്ട് എന്തുണ്ടാക്കി? ഫുട്മാൻ, വേലക്കാർ, സെക്യൂരിറ്റീസിനെ ഉണ്ടാക്കി. ക്ലിയർ അല്ല? അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു അത്. ക്ലിയർ? നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ? അല്ലേ? സുന്ദരമായ നിമിഷം അല്ലേ? കുറേ മാജിക്കുകൾ കൊണ്ടിട്ട്, കുറേ മാജിക്കുകൾ കാണിച്ച്, കുറേ മന്ത്രങ്ങളൊക്കെ കാണിച്ചിട്ട് സിൻഡ്രല്ലയുടെ ആ ഫെയറി മാലാക സിൻഡ്രല്ലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. സിൻഡ്രല്ല എവിടെ പോയി? കൊട്ടാരത്തിൽ പോയി, അല്ലേ? നല്ല കോസ്റ്റ്യൂമും നല്ല ഷൂസൊക്കെ ലഭിച്ചിട്ട്, ഷൂസൊക്കെ ഇട്ടിട്ട് സിൻഡ്രല്ല അവിടെ പോയി. എല്ലാവരും സിൻഡ്രല്ലയെ കണ്ട് അത്ഭുതപ്പെട്ടു. എവ്രി വൺ വണ്ടേർഡ് ബൈ ദ ലുക്ക് ഓഫ് സിൻഡ്രല്ല, അല്ലേ? സിൻഡ്രല്ലയുടെ ആ രൂപം കണ്ടിട്ട്, സിൻഡ്രല്ലയുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവർക്കും അല്ലെ അത്ഭുതമായി. എല്ലാവരും സിൻഡ്രല്ലയെ പുകഴ്ത്താൻ തുടങ്ങി, പ്രൈസ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ അല്ലേ? രാജകുമാരന് ഇഷ്ടപ്പെട്ടു. രാജകുമാരൻ സിൻഡ്രല്ലയുടെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ദർ വാസ് എ കണ്ടീഷൻ ഗിവൺ ബൈ ദാറ്റ് ഗോഡ് മദർ. വാട്ട് വാസ് ദ കണ്ടീഷൻ? വാട്ട് വാസ് ദ കണ്ടീഷൻ? അല്ലേ? എല്ലാം ഓക്കെയാണ്, ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. 12 മണി വരെ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ഈ മാജിക് ഉണ്ടാകുക. അതിനുശേഷം 12 മണി കഴിഞ്ഞാൽ സിൻഡ്രല്ല പഴയ സിൻഡ്രല്ലയാവും, അല്ലേ? ആ റെഡ് കോച്ച് തേര് മത്തങ്ങയാകും, കുതിരകളൊക്കെ എലികളാകും, അല്ലേ? സെക്യൂരിറ്റീസും വേലക്കാരൊക്കെ എന്തായി മാറും? പല്ലികളായിട്ട് മാറും 12 മണി കഴിഞ്ഞാൽ. അല്ലേ? 12 മണി വരെ ടൈം കൊടുത്തിട്ടുള്ളൂ. സോ 12 മണിയാകുമ്പോൾ ആര് ഓടിപ്പോയി? സിൻഡ്രല്ല ഓടി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയ ഉടനെ സിൻഡ്രല്ല ഗോഡ് മദറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലേ? ഷീ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് ടു ഹർ ഗോഡ് മദർ ഫെയറി. ഷീ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് to her godmother. Clear? That time they came back. Who? Yes, her stepmother and 2 stepsisters. They came back. They came back from that palace. La palace navare tirichetti. Clear? And they knocked down the door. Cinderella reached to the door and opened the door, but they scolded Cinderella for being late. Why? എന്തുകൊണ്ടാണ് ചീത്ത പറഞ്ഞത്? യെസ്, ഷീ ഈസ് ലേറ്റ് ടു ഓപ്പൺ ദാറ്റ് ഡോർ, അല്ലേ? ആ വാതിൽ തുറക്കാൻ സിൻഡ്രല്ല കുറച്ച് വൈകി. അപ്പോഴാണ് അവർ ചീത്ത വിളിച്ചത്, അല്ലേ? കുറേ ചീത്തയൊക്കെ പറഞ്ഞു. എന്തിനാണ് നീ എന്താണ് ഉറങ്ങിയാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിൻഡ്രല്ല ഇങ്ങനെ വായൊക്കെ ഇങ്ങനെ അല്ല കണ്ണൊക്കെ തിരുമ്മിയിട്ട് ഉറങ്ങിയായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ള കാര്യം നമ്മൾ നോക്കണ്ടേ, അല്ലേ? എന്നിട്ട് അവിടെ നിന്ന് സിൻഡ്രല്ല കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറയാണ്, ദർ വാസ് എ പ്രിൻസസ്, ദർ വാസ് എ വെരി അട്രാക്റ്റീവ് പ്രിൻസസ്, അല്ലേ? നീ വരണ്ടായിരുന്നു. അവിടെ ഒരു രാജകുമാരി വന്നിരുന്നു, നല്ല കണ്ണുകൾ, നല്ല സൗന്ദര്യമുള്ള രാജകുമാരി എന്നൊക്കെ പറഞ്ഞു. ആരെക്കുറിച്ചാണ് പറയുന്നത്? സിൻഡ്രല്ലയെ കുറിച്ചാണല്ലേ? സോ ഇതൊക്കെ സിൻഡ്രല്ല കേട്ടു. ഇതൊക്കെ സിൻഡ്രല്ല കേട്ടിട്ട് പറയാണ്, സോ എനിക്കും അവളെ കാണണമായിരുന്നു, അല്ലേ? ഐ വാണ്ട് ടു സീ ദാറ്റ് പ്രിൻസസ്, അല്ലേ? സിസ്റ്റർ പ്ലീസ് ലെൻഡ് മീ യുവർ യെല്ലോ ഡ്രസ്, അല്ലേ? എനിക്ക് നിങ്ങളുടെ യെല്ലോ ഡ്രസ്സ് തരുമോ? നിങ്ങളുടെ കോസ്റ്റ്യൂം എനിക്ക് തരുമോ? ഞാനത് ഇട്ടിട്ട് നാളെ പോയിട്ട് ആരെ കാണട്ടെ, അല്ലേ? ആ പ്രിൻസസിനെ കാണട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. സിൻഡ്രല്ല വെറുതെ ചോദിക്കുകയാണല്ലേ, സിൻഡ്രല്ലയാണത്, അല്ലേ? ഇവരെ പറ്റിക്കുകയാണ്. അപ്പോൾ പറയാണ്, അപ്പോൾ എന്താ പറഞ്ഞത് നമ്മുടെ സിസ്റ്റേഴ്സ്? എന്താ പറഞ്ഞത്? ലെൻഡ് മൈ ക്ലോസ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ വെച്ച് ആസ് യു ആർ. ഐ ഷുഡ് ബി യെസ്, അല്ലേ? നിന്നെപ്പോലുള്ള ഒരു ലേഡിക്ക്, നിന്നെപ്പോലുള്ളൊരു ലേഡിക്ക് ഞാൻ ഒരു എൻ്റെ ഡ്രസ്സ് നൽകണമോ എന്നാണ് ചോദിച്ചത്, അല്ലേ? നിന്നെപ്പോലുള്ള ലേഡിക്ക് ഞാൻ എൻ്റെ ഡ്രസ്സ് നൽകണമോ അങ്ങനെ ചോദിക്കുകയാണല്ലേ? നിന്നെ കാണാൻ എങ്ങനെയാണ്? റച്ചഡാണ്, നിന്നെ കാണാൻ റച്ചഡാണ്, നീ പിന്നെ കാണാൻ ഭംഗിയില്ല, സുന്ദരിയല്ല. നിന്നെപ്പോലെ ഒരു സ്ത്രീക്ക്, നിന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് എൻ്റെ ഡ്രസ്സ് ഞാൻ നൽകണമോ? എന്നിട്ട് ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു വിഡ്ഢിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കുകയാണ്. ക്ലിയർ? ദെൻ യെസ്, ടു ബി ഷുവർ, നോക്കുക നെക്സ്റ്റ് നോക്കുക, നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. യെസ്, ടു ബി ഷുവർ ക്രൈഡ് ഹർ സിസ്റ്റർ, ലെൻഡ് മൈ ക്ലോസ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ wench you are, as you are. I should be such a fool. The entire family burst into laughter. അല്ല, എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. സിൻഡ്രല്ലയെ കളിയാക്കിയിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. Got it? അല്ലേ? Then the next day the 2 sisters were in the ball, and so was Cinderella, dressed even more magnificently than before. അല്ലേ? പിറ്റേ ദിവസവും ആ കൊട്ടാരത്തിൽ പാർട്ടി ഉണ്ടായിരുന്നു, അല്ലേ? അങ്ങോട്ട് ആര് പോയി? സിൻഡ്രല്ല പോയി, അല്ല? എല്ലാവരും പോയി. സിൻഡ്രല്ല എങ്ങനെയാണ് പോയത്?
മാജിക് വീണ്ടും ആര് മാജിക് ചെയ്തു? ഫെയറി വന്നിട്ട് കുറേ മാജിക്കൊക്കെ കാണിച്ചിട്ട് സിൻഡ്രല്ലയ്ക്ക് നല്ല ഉടുപ്പും നല്ല രഥവും കുതിരകളൊക്കെ കൊടുത്തു. അത് ഉപയോഗിച്ച് സിൻഡ്രല്ല അങ്ങോട്ട് പോയി അല്ലേ. അപ്പോൾ സിൻഡ്രല്ലയെ അതിമനോഹരിയായിട്ടാണ് സിൻഡ്രല്ല പോയത്. ഇന്നലത്തേനേക്കാൾ സുന്ദരിയായിട്ട് സിൻഡ്രല്ല പോയി അല്ലേ. പിന്നെന്താണ് നോക്കിയേ. ദെൻ ദ prince was always by her side and never ceased to give his compliments and kind words to her അല്ലേ. നമ്മുടെ നമ്മുടെ പ്രിൻസ് എപ്പോഴും ആരെ കാത്തിരിക്കുകയാണ്? നമ്മുടെ രാജകുമാരൻ എപ്പോഴും ഈ സിൻഡ്രലിനെ കാത്തിരിക്കും അല്ലേ. അങ്ങനെ സിൻഡ്രല വരുന്നതും കാത്തിരുന്നു. സിൻഡ്രല വന്നതുടനെ സിൻഡ്രലയെ കൂട്ടി ഡാൻസ് ഒക്കെ ചെയ്തു അല്ലേ. സിൻഡ്രലയോട് പറയും നീ വളരെ സുന്ദരിയാണെന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തി കൊടുക്കും രാജകുമാരൻ. ക്ലിയർ? പിന്നെന്താണ് നോക്കിയേ. She thought that it was no later than 11. Sorry. One second. Cinderella forgot about the time. She thought that it was no later than 11 when she counted the clock striking 12. അല്ലേ. അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? സമയം എത്രയായി അല്ലേ? 12 മണിയായി. സിൻഡ്രല്ല വിചാരിച്ചു 11 മണിയായതേ ഉള്ളൂ എന്ന് അല്ലേ. 12 മണിയായി. സമയം 12 മണിയായി. ഷീ ജംപ്ഡ് അപ്പ് ആൻഡ് ഫ്ലഡ് ആസ് നിംപിൾ ആസ് എ ഡിയർ അല്ലേ. പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റിട്ട് ഒരു മാൻ ഓടുന്ന പോലെ. മാൻ ഓടുന്നുണ്ട് നിങ്ങൾ. ചെറിയ കാലൊക്കെ വെച്ചിട്ട് മാൻ വളരെ സ്പീഡിൽ ഓടും അല്ലേ. സിൻഡ്രല്ലയുടെ ചെറിയ കാലുകളാണ്. ആ കാലുകൾ വെച്ചിട്ട് വളരെ സ്പീഡിൽ അവൾ ഓടുകയാണ്. ക്ലിയർ അല്ലേ. ദെൻ in her hurry she left one of her glass shoes in the ballroom അല്ലേ. പെട്ടെന്ന് അവർ ഓടിപ്പോകുന്ന സമയത്ത് അവളുടെ കാലിൽ നിന്ന് എന്ത് വീണു? അവളുടെ ഗ്ലാസ് ഷൂ അല്ലെ. ഗ്ലാസ് ഉണ്ടാക്കി ഗ്ലാസ് ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ഷൂ അതിലൊന്ന് അവിടെ വീണ് പോയി അല്ലേ. തിരക്കിനിടയിൽ പായുന്ന സമയത്ത് ഒരു ഷൂ അവളുടെ കാലിൽ നിന്ന് മിസ്സായിട്ട് അവിടെ വീണു. ക്ലിയർ? ദെൻ as she reached the coach she heard that last ding dong. Suddenly the coach became a pumpkin, the horse turned into mice and the footman into green lizards. അല്ലേ. എന്താ സംഭവിച്ചത്? അവൾ പാഞ്ഞ് രഥത്തിലേക്ക് ഓടി കയറുന്ന സമയത്ത് മണി എത്ര അടിച്ചു? 12 അടിച്ചു അല്ലേ. 12 മണിയായി. 12 മണിയായപ്പോൾ പെട്ടെന്ന് ആ കോച്ച് അല്ല രഥം എന്തായിട്ട് മാറി? പഴയ പംകിൻ മത്തങ്ങയായിട്ട് മാറി. ഫുട്മാനൊക്കെ പല്ലികളായിട്ട് മാറി അല്ലേ. ഫുട്മാൻ ചേഞ്ച് ടു ലിസാർഡ്സ് ആൻഡ് ദ ഹോഴ്സസ് ചേഞ്ച് ടു മൈസസ് അല്ലേ. കുതിരകൾ എലികളായിട്ടും മാറി. ക്ലിയർ അല്ലേ. മാജിക്കൊക്കെ അവിടെ അവസാനിച്ചു. ദെൻ her clothes became the old rag again but the one shoe on her foot was unchanged അല്ലേ. അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ എന്ത് ചെയ്തു? പഴയ മുഷിഞ്ഞ കീറിയ ഡ്രസ്സായിട്ട് മാറി. ക്ലിയർ? പക്ഷെ ഒന്ന് മാത്രം മാറിയിട്ടില്ല. എന്താണ്? അവൾ അവിടെ ഉപേക്ഷിച്ചല്ലേ. അവളെ കാലിൽ നിന്നൊരു ഷൂ മിസ്സായിട്ടേ ഒരു ഷൂ അവൾ കളഞ്ഞിട്ട് വന്നിട്ടേ കൊട്ടാരത്തിൽ അത് മാത്രം മാറിയിട്ട് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ വാതിലിൽ തന്നെ അല്ലേ. കൊട്ടാരത്തിൻ്റെ ഡോറിൻ്റെ അവിടെ തന്നെ ആ ഗ്ലാസ് ഷൂ ഉണ്ടായിരുന്നു. ക്ലിയർ? She reached home before her sister arrived, so they did not know about her going to the ball അല്ലേ. going to the ball അല്ലേ. നമ്മുടെ സിസ്റ്റേഴ്സ് അവിടത്തേക്ക് എത്തി. ഇവിടെ ഓടി വീട്ടിലേക്ക് എങ്ങനെയൊക്കെ ഓടി എത്തി. രഥമൊക്കെ പോയി അല്ലേ. അപ്പോൾ വീട്ടിലേക്ക് എങ്ങനെയൊക്കെ ഓടി വീട്ടിലേക്ക് എത്തി. കതച്ച് വീട്ടിനകത്തേക്ക് കയറുമ്പോഴേക്കും ആര് വന്നു? സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും കൊട്ടാരത്തിൽ നിന്ന് വരികയാണ് അല്ലേ. പിന്നെന്താണ് സംഭവിച്ചത് അല്ലേ. നോക്കിയേ. നെക്സ്റ്റ് നോക്കിയേ. ദ സെർച്ച് അല്ലേ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ്. ക്ലിയർ? അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. നമുക്ക് ഈ പോർഷനിൽ കുറച്ച് കാര്യങ്ങൾ എടുക്കാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ എത്തി. സിൻഡ്രല്ല 2 പ്രാവശ്യം കൊട്ടാരത്തിലേക്ക് പോയി അല്ലേ. രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ട് വരുമ്പോഴേക്ക് സിൻഡ്രല്ലയ്ക്ക് ഒരു അബദ്ധം പറ്റി. കാലിലുണ്ടായ ഒരു ഷൂ അവിടെ കളഞ്ഞിട്ട് വന്നു. ക്ലിയർ അല്ലേ. 12 മണിക്ക് സിൻഡ്രല്ല ഓടി എത്തി. 12 മണിയാകുമ്പോൾ മാജിക് ഒക്കെ അവസാനിക്കും. ക്ലിയർ അല്ലേ. പിന്നെന്താ സംഭവിച്ചത് നോക്കിയേ. In the search, the prince became very sad when Cinderella left him. His servants brought him the glass shoes that Cinderella had left in the room. He wanted to find out the beautiful girl who had danced with him. അല്ലേ. അങ്ങനെ സിൻഡ്രല്ലയുടെ രാജകുമാരൻ സിൻഡ്രല്ല പോയപ്പോൾ വളരെ വിഷമിച്ചിട്ട് അല്ലെ സിൻഡ്രല്ലയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടെയുള്ള കൊട്ടാരം കാവൽക്കാരൊക്കെ എന്ത് ചെയ്തു? they brought that shoe to that prince അല്ലേ. വിച്ച് വാസ് ലെഫ്റ്റ് ബൈ സിൻഡ്രല്ല അവിടെ വിട്ടിട്ട് പോയ ആ ഷൂസ് അല്ല ആ
ആ ഷൂ എടുത്തിട്ട് കൊട്ടാരത്തിലെ ആൾക്കാർ സെക്യൂരിറ്റീസൊക്കെ ആ ഷൂ എടുത്തിട്ട് ആർക്ക് കൊണ്ടുകൊടുത്തു? രാജകുമാരന് കൊണ്ടുകൊടുത്തു. അപ്പോൾ രാജകുമാരന് ഓർഡർ ചെയ്തു, ഐ വാണ്ട് ടു മീറ്റ് ദ ഗേൾ അഗെയിൻ, ഐ വാണ്ട് ടു സീ ദ ഗേൾ, അല്ലേ, മേക്ക് ദ അറേഞ്ച്മെൻറ്റ്സ്, അല്ലേ, എന്നിട്ട് പറയണേ എനിക്ക് ആ പെണ്ണിനെ എനിക്ക് ആ പെൺകുട്ടിയെ വീണ്ടും കാണണം, അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യൂ, അല്ലേ, ഫൈൻഡ്, ഗോ ആൻഡ് സെർച്ച് ഹെർ, അല്ലേ, അവളെ പോയി കണ്ടുപിടിക്കൂ എന്ന് പറയാണ്. Then what happened? നോക്കാം. The next day, we sent messengers to announce that the prince would visit every home to find out the lady. The news excited the ladies. The two stepsisters were very glad because they had pretty feet. They put on their best clothes and waited for the prince, but Cinderella didn't have any good clothes. അല്ലേ, പിറ്റേ ദിവസം കൊട്ടാരത്തു നിന്ന് announcement വന്നു. An announcement came from the palace. What was the announcement? The prince himself going to visit the old houses of that country, അല്ലേ, ആ വില്ലേജിനകത്തുള്ള എല്ലാ വീടുകളിലും രാജകുമാരൻ വരാൻ പോവുകയാണ്, അല്ലേ. രാജകുമാരന് ഒരു പെൺകുട്ടിയെ ആവശ്യമുണ്ട്, അതുകൊണ്ട് വരാൻ പോവുകയാണ്. രാജകുമാരൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഷൂ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആ ഗ്ലാസ് ഷൂ ഇടുന്നവരായിരിക്കും, ആ ഗ്ലാസ് ഷൂ ആരുടെ കാലിലാണോ മാച്ച് ചെയ്യുന്നത് അവരായിരിക്കും രാജകുമാരൻ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിളംബരം, ഒരു അനൗൺസ്മെൻറ്റ് പോയി, അല്ലേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. നമ്മുടെ സിൻഡ്രല്ല വീട്ടിനകത്തുള്ള 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സില്ലേ, അവർക്കും സന്തോഷമായി, അല്ലേ, സഹോദരിമാർ, അവർക്ക് സന്തോഷമായി. അവരുടെ കാലുകളൊക്കെ നല്ലതാണ്. രാജകുമാരൻ വരും, നമ്മുടെ കാലിലെ ഷൂ ഇടും, പിറ്റാവും, അവർ കല്യാണം കഴിക്കും. ക്ലിയർ? അതാണ് അവരുടെ പ്ലാൻ, അല്ലേ. സിൻഡ്രല്ലക്കാണെങ്കിൽ നല്ല ഡ്രസ്സൊന്നുമില്ല ഇടാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അടിപൊളിയായിട്ട് ആരെ കാത്തിരിക്കുകയാണ്? രാജകുമാരനെ കാത്തിരിക്കുകയാണ്. The prince visited every house. He invited girls to try on the shoe Cinderella had left in the ballroom. The girls tried it on, but it did not fit any one of them. അല്ലേ, രാജകുമാരൻ എല്ലാ വീടുകളിലും പോയിട്ട് അവിടെയുള്ള പെൺകുട്ടിയോട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഈ ഷൂ ഒന്ന് ഇട്ടേ, അല്ലേ, ഈ ഷൂ ഒന്ന് ഇട്ടേന്ന് ചോദിച്ചു. ഏത് ഷൂ ആണ്? സിൻഡ്രല്ല അവിടെ വിട്ടിട്ട് വന്ന ഷൂ ആണല്ലേ, ആ ഷൂ ഒന്ന് ഇട്ടേന്ന് പോയി. അവർ എല്ലാവരും കാലിടുമ്പോൾ അത് ആപ്റ്റ് ആവില്ല, അല്ലേ, അത് പാകമാവില്ല, ആ ഷൂവിനകത്ത് കാല് പിടിക്കൂല, അല്ലേ, ചിലപ്പോൾ ലൂസായിരിക്കും, ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ രാജകുമാരൻ അറിയാം, ഇതല്ല ആ പെൺകുട്ടി, ഞാൻ കണ്ട പെൺകുട്ടി ഇതല്ല എന്ന് രാജകുമാരന് മനസ്സിലാക്കും, അല്ലേ. അങ്ങനെ കുറേ വീടുകളിൽ രാജകുമാരൻ പോയി, ആരുടെ കാലും മാച്ച് ആകുന്നില്ല, അല്ലേ, ആരുടെ കാലിലും ആ ഷൂസ് കറക്റ്റായിട്ട് പാകമാകുന്നില്ല, അല്ലേ. ഭയങ്കര സങ്കടമായി രാജകുമാരന്. കുറേ സമയമായിട്ട് അലഞ്ഞു തിരികുകയാണ്, അല്ലേ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇനി എന്താ നോക്കിയേ. ഫൈനലി ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രല്ലാസ് ഹൗസ്, അല്ലേ. ഫൈനലി എവിടെ എത്തി? അങ്ങനെ അവസാനം രാജകുമാരൻ സിൻഡ്രല്ലയുടെ വീട്ടിലെത്തി. The eldest stepsister went to her room to try on the shoe, and her mother stood by, but she could not get her big toe into it, അല്ലേ. അപ്പം മൂത്ത സഹോദരി, സിൻഡ്രല്ല വീട്ടിലെ 2 സഹോദരിമാരില്ലേ, അല്ലേ, അവരിൽ മൂത്ത ആളെ പോയിട്ട് ആ ഷൂ എടുത്തിട്ട് കാലിലിട്ട് നോക്കി, പക്ഷേ അവളുടെ കാല് ആ ഷൂവിൽ കയറുന്നുണ്ടായിരുന്നില്ല. ക്ലിയർ? Then what happened? നോക്കുക. She could not get her big toe into it, for the shoe was too small. ആ ചെരുപ്പ്, ആ ഷൂ വളരെ ചെറുതാണല്ലേ, അത് സിൻഡ്രല്ലയുടെ കാലിൽ മാത്രമേ പാകാവൂ, ഇവരുടെ കാലിലൊന്നും അത് പാകാവുന്നില്ല. Then her mother handed her a knife and said, cut the toe off, for when you are a queen you will never have to go on foot. So the girl cut off her toe, squeezed her foot into the shoe. She concealed her pain and went down to the prince. The prince looked at her shoe and saw blood flowing under it. അല്ലേ, രാജകുമാരൻ അടത്തിയിട്ട് ആ ഷൂ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഷൂ ഒന്ന് ഇട്ട് നോക്കിയെന്ന്. അപ്പം മൂത്ത സഹോദരി ആ ഷൂ എടുത്തിട്ട് റൂമിലേക്ക് പോയി ഇട്ട് നോക്കുമ്പോൾ പാകമാവുന്നില്ല, കാല് കയറുന്നില്ല. ആരുടെ ഷൂ ആണത്? സിൻഡ്രല്ലയുടെ ഷൂ ആണല്ലേ. അപ്പോൾ സഹോദരി ഇടാല്ലേ, സിസ്റ്ററിൻ്റെ ഷൂ കാല് കയറുമോ? ഇല്ല, ടൈറ്റാണ്, അല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞു, അതിൻ്റെ കാലിൻ്റെ പാദം മുറിച്ച് കളാ, അല്ലേ, കാലിൻ്റെ കുറച്ച് ഭാഗം, കാലിൻ്റെ നമ്മുടെ അല്ലെ ഇപ്പോൾ ടോ എന്ന് പറയില്ലേ കാലിൻ്റെ, അല്ലേ, വിരലിലുള്ള സ്ഥലമല്ല, കാലിൻ്റെ വിരലിലുള്ള സ്ഥലമല്ല, അതിൻ്റെ ബാക്ക് സൈഡ്, ആ ബാക്ക് സൈഡ് കുറച്ച് മുറിച്ച് കളാ,
അല്ലേ? നീ രാജകുമാരി ആയാലേ നിൻ്റെ കാലൊന്നും ആരും ശ്രദ്ധിക്കില്ല, നീ എപ്പോഴും ഷൂവിലാണ് കാലിടുക, അല്ലേ? അപ്പോൾ കാലൊന്നും പുറത്ത് കാണിക്കേണ്ടി വരില്ല. രാജകുമാരി ആവണമെങ്കിൽ ഈ ഷൂ മാച്ച് ചെയ്യണം. നിൻ്റെ കാലിൽ ഷൂ മാച്ച് ചെയ്താൽ രാജകുമാരൻ വിചാരിക്കും നീയാണ് ആ പെൺകുട്ടി, നിന്നെ കല്യാണം കഴിക്കും. അല്ല, അതുകൊണ്ട് കാലിൻ്റെ പകുതി ആ സൈഡ് മുറിച്ച് കളയാൻ പറഞ്ഞു. അവൾ എന്ത് ചെയ്തു? കാലിൻ്റെ വേദനയൊക്കെ കടിച്ച് പിടിച്ചിട്ട് അവൾ ആ കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ മുറിച്ച് കളഞ്ഞു, അല്ലേ? മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഉന്തി കയറ്റുകയാണ് കാല്, അല്ലെ? ആ ഷൂവിനകത്തേക്ക് ഇങ്ങനെ കയറ്റി, കാലിങ്ങനെ ഉന്തി കയറ്റി. ക്ലിയർ? വേദന കടിച്ചല്ലേ, കൺസീൽ ചെയ്തു, കടിച്ചമർത്തി. വേദന കടിച്ചമർത്തിയിട്ട് കണ്ണിന്നൊക്കെ വെള്ളം വന്നു. അല്ല, എന്നിട്ട് ആ ഷൂ ഇട്ടിട്ട് താഴേക്ക് വരികയാണ് രാജകുമാരനെ കാണാൻ. രാജകുമാരൻ നോക്കുമ്പോൾ ഷൂവിൽ നിന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ, അല്ലേ, ഡ്രിപ്പിംഗ് ബ്ലഡ് ഫ്രം ദാറ്റ് ഷൂ. When our prince see that girl, there was a problem. What the problem? Yes, that shoe, the girl drop her blood. അല്ലേ? നമ്മുടെ പെൺകുട്ടിക്ക് എന്താണ്, അവളുടെ കാലിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാണ് ബ്ലഡ്, താഴേക്ക് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഓരോ തുള്ളികൾ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? അല്ലേ? ഡ്രിപ്പിംഗ് ബ്ലഡ് വിത്ത് ദ ഗേൾ കമ്മിങ്. But she has a dripping leg, dripping foot. അല്ലേ? What dripping? Blood dripping. അല്ലേ? ചോര ഇറ്റിറ്റി വീഴുന്ന ഒരു കാലാണ് അവൾക്കുള്ളത്, അല്ലേ? ആ ഷൂവിൽ നിന്ന് ഇങ്ങനെ ചോര പുറത്തേക്ക് തെറിക്കുന്നത് ആര് കാണുന്നുണ്ട്? നമ്മുടെ രാജകുമാരൻ കാണുന്നുണ്ട്, അല്ലേ? എനിത്തിങ് ക്യാൻ ബി ഹാപ്പൻ. ക്ലിയർ? അല്ല, അതാണ് സംഭവിക്കുന്നത്. സോ അവർ പ്രിൻസ് വാണ്ട് ടു മാരി സിൻഡ്രല്ല. ക്ലിയർ? In order to that, the prince searched everywhere for Cinderella. At last, Prince got a shoe from that palace, which was left by Cinderella. Clear? Then the prince took that shoe and he started his finding. He started his searching for Cinderella. എല്ലായിടത്തും അവൾ അന്വേഷിച്ച് നടത്തു. At last, at final, he reached Cinderella's house. അല്ലേ? And he gave that shoe to that eldest sister. Then the eldest sister took that shoe and she went to her room for wearing that shoe. But is that possible? Not. Is that possible? Not, because that shoe was not her. The shoe was not belongs to her. It belongs to our Cinderella. So that shoe was not apt for that eldest sister. But her mother insisted. Her mother told her daughter what? Her mother told her daughter that you should cut away some part of your toe. You should cut away some part of your toe. Then only you can be the princess. Clear? If you become a princess, you don't worry. No one mind your toe. You always wear very good shoes. So you don't mind about your pain. Forget your pain, conceal your pain and cut your toe, edge of your toe. അല്ലേ? കാലിൻ്റെ അറ്റം മുറിച്ച് കളാന്ന് ആര് പറഞ്ഞു? ആ വിക്കഡ് അൺകൈൻഡ് ആയിട്ടുള്ള പിന്നെ ദയയില്ലാത്ത അമ്മ പറഞ്ഞു, അല്ലേ? അത് കേട്ടിട്ട് അവൾ കാലിൻ്റെ അറ്റം മുറിച്ച് കളഞ്ഞു. കൺസീൽഡ് ഹെർ പെയിൻ, അല്ലേ? വേദനയൊക്കെ കടിച്ചമർത്തി കാലിൻ്റെ ഒക്കെ മുറിച്ച് കളഞ്ഞിട്ട് അവൾ ആ ഷൂവിലേക്ക് കാലിങ്ങനെ തിരികെ കയറ്റി. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രിൻസ് കാണും, നമ്മുടെ രാജകുമാരൻ കാണുന്നത് എന്താണ്? എ ഗേൾ ഈസ് കമ്മിങ് വിത്ത് എ ബ്ലീഡിങ് ടോ, അല്ലേ? ബ്ലീഡിങ് ലൈക്ക് ഒരു ചോര ഇങ്ങനെ ഉറ്റിട്ട് വീഴുന്ന ഒരു കാലുമായിട്ടൊരു പെൺകുട്ടി വരികയാണ്. ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഷൂവിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ചോര ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ക്ലിയർ? സോ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും വായിക്കുക, മനസ്സിലാക്കുക. അല്ലേ? നമുക്ക് ജസ്റ്റ് എടുക്കാന്നേ ഉള്ളൂ, അല്ലേ? നമ്മൾ ഈ കഥയൊക്കെ മനസ്സിലാക്കി, നമ്മൾ കുറേ വീഡിയോസ് കണ്ടു, കുറേ സിനിമയുടെ വീഡിയോസ് കണ്ടു. നമ്മൾ ആ സിനിമയുടെ വീഡിയോസിലൂടെ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ സ്റ്റോറി ഓഫ് ദി ചാപ്റ്റർ, വാട്ട് ഈസ് ദ സ്റ്റോറി ഓഫ് സിൻഡ്രല്ല, വാട്ട് ആർ ദ തിങ്സ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് സ്റ്റോറി. അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, അല്ല, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ അതൊന്ന് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ അത് വായിക്കുക, ഫോളോ ചെയ്യുക, അല്ലേ? നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. ദെൻ യു ക്യാൻ അണ്ടർസ്റ്റുഡ് ദി ചാപ്റ്റർ വെരി വെൽ. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും വായിക്കില്ലേ? ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും വീട്ടിലിരുന്നിട്ട് വായിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാം. Got it?